ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ 14 കുട്ടികളും രാജസ്ഥാനിൽ 3 കുട്ടികളുമാണ് മരിച്ചത്. തമിഴ്നാട്ടിലെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന കോൾഡ്രിഫ് എന്ന ചുമമരുന്നിൽ വൃക്കയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു ഉണ്ടായിരുന്നുവെന്നും ഇതാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായതുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്താകെ 21 കുഞ്ഞുങ്ങളുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഫാർമസ്യൂട്ടിക്കൽസിന്റെ പ്ലാന്റ് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു കടന്നുപോയിരുന്നത്. ഈ പ്ലാന്റ് സന്ദർശിച്ചാൽ തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നിന്റെ ഗുണനിലവാര തകർച്ച വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ്. പരിശോധനയിൽ പ്ലാന്റിലെ മരുന്ന് നിർമ്മാണത്തിൽ 350 വീഴ്ചകളാണ് കണ്ടെത്തിയത്. ഇത്രയും മോശമായ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് എങ്ങനെയാണ് വിപണിയിൽ വിൽക്കാൻ അനുമതി നൽകുന്നത്? അസുഖം മാറാൻ മരുന്ന് പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വിപണിയിൽ നിന്ന് മരുന്ന് പിൻവലിച്ചതുകൊണ്ടോ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കിയതുകൊണ്ടോ യഥാർത്ഥ വീഴ്ചകൾ മൂടിവെക്കാനാകില്ല. തകര ഷീറ്റുകൾ കൊണ്ട് കെട്ടിമറിച്ചൊരു കെട്ടിടത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് മരുന്ന് നിർമ്മാണം നടത്താൻ കഴിയുന്ന സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നിയന്ത്രണ സംവിധാനങ്ങളുടെ പരാജയം തന്നെയാണ്. ചിന്ദ്വാഡ സംഭവത്തിൽ മരുന്ന് കുറിച്ചു നൽകിയ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിരുന്നു. ശരിക്കും ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ട് എന്തു കാര്യം? മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ഒരു മാർഗവും ഡോക്ടർമാർക്കില്ല. രാജ്യത്തെ മരുന്ന് നിയന്ത്രണ സംവിധാനത്തിന്റെ കഴിവില്ലായ്മയും അപര്യാപ്തതയുമാണ് യഥാർത്ഥ വില്ലൻ. കർശനമായ നടപടികളിലൂടെ മറുപടി പറയാനുള്ള ബാധ്യത ആ സംവിധാനങ്ങൾക്കാണുള്ളത്. ഈ സംവിധാനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതും.